സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പൊതുവെ കേരളം ചർച്ച ചെയ്യുന്നത് CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വാങ്ങിയ കോഴയെക്കുറിച്ചും ആ കോഴയെ അന്വേഷിക്കുന്ന EDയുടെ കേസന്വേഷണത്തെക്കുറിച്ചുമെല്ലാമാണ്. ഇവിടെ പൊതുജനത്തിന് നഷ്ടം. KSIDC കൂടി CMRL ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ പൊതുജനത്തിന് കൂടി ഈ ഇടപാടിൽ വലിയ ഒരു തുക നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ നേതാവായ ഷോൺ ജോർജ് ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും വലിയ പരാതി. യഥാർത്ഥത്തിൽ വീണാ വിജയനും അല്ല എന്നുണ്ടെങ്കിൽ CMRL കരിമണൽ ഖനന കമ്പനിയും തമ്മിൽ നടന്നിരിക്കുന്ന ഒരു ഇടപാടല്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ തൻ്റെ വകുപ്പിന് കീഴിലുള്ള ഒരു വകുപ്പിൽ നിന്നും CMRL എന്ന കരിമണൽ ഖനന കമ്പനിക്ക് കരിമണൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി വഴിവിട്ട് നടത്തിയ വൻ കോടികളുടെ ഒരു ചെറിയ ശതമാനം മാത്രം ഒരു സ്നേഹപാരിതോഷികമായി മകൾക്ക് CMRL അർത്ഥം നൽകിയത് മാത്രമാണ്. അതിന് കാരണക്കാരൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. അല്ലാതെ വീണാ വിജയന് കൊടുത്ത 2,87 ലക്ഷം രൂപയൊന്നുമല്ല ഇതിൽ നടന്നിരിക്കുന്ന യഥാർത്ഥ അഴിമതി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ അഴിമതി അന്വേഷിച്ചുകൊണ്ട് ED അന്വേഷിച്ചെത്തിയപ്പോൾ ഏതാണ്ട് 20 കോടി രൂപയോളമാണ് പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയൻ നേരിട്ട് ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. ഈ ക്രമക്കേടിൽ തന്നെ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അനധികൃതമായി നിക്ഷേപിച്ചിരിക്കുന്നു. ഇതിനവർ ചെയ്തിരിക്കുന്നത് ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ ചില അടുത്ത കൂട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില തരികിട കമ്പനികൾ, ലേക്കർ ഇന്ത്യ പോലുള്ള കമ്പനികളെല്ലാം രൂപം കൊടുത്തുകൊണ്ട് നടത്തിയ ഇടപാട് തന്നെയാണ്. ഇതെല്ലാം ഇപ്പോൾ ED കൈയോടെ പൊക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഏത് സർക്കാർ ഭരിച്ചാലും ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ കുറേയെല്ലാം നടക്കും എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇതുപോലൊരു അഴിമതി അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിൽ നടന്നിരിക്കുന്ന അഴിമതി 2,87 ലക്ഷം രൂപയുടേതല്ല. പിണറായി വിജയൻ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് ശതകോടികളാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇവിടെ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതെ കേരളീയർ നട്ടോട്ടം ഓടുമ്പോൾ, അല്ലെങ്കിൽ എല്ലുമുറിയെ പണി ചെയ്തിട്ടും വയർ വീണ്ടും മുറുക്കി കൊടുത്ത് നട്ടലിനോട് ചേർന്ന് ഉടുമുണ്ട് മുറുകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഈ കോടികളുടെ വെട്ടിപ്പാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇത്തരം ചില പ്രവണതകളെ എങ്ങനെ ചെറുക്കാൻ സാധിക്കും? ഏത് സർക്കാർ വന്നാലും 70,000 കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് കടമുണ്ട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനാവുക? ഈ കേരളം സത്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നീറോ ചക്രവർത്തിമാരുടെ പ്രധാനം റോം കത്തീരിയുന്ന സമയത്ത് പോലും അവരുടെ ദൗത്യം വേറെയായിരുന്നു. ഈ സമാനമായിട്ടുള്ള രീതിയിൽ നാടിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട്, ഇവരുടെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത കൊണ്ട് തകർന്നടിഞ്ഞ ഒരു സംസ്ഥാനത്തെ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു നടപടിയും കേരളത്തിലില്ല. കേരളത്തിലെ സർക്കാരുകളെല്ലാവരും അവരവരുടേതായ ചിലവുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, അവർ പലരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് K. കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലത്താണ് പാം ഓയിൽ കേസ് ഉണ്ടായത്. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ആരുടെ കാലത്തും, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഭരണകാലത്തുണ്ടായിരുന്നു. ആദ്യം ലാവലിംഗ് കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീണാ വിജയൻ്റെ കേസ് CMRL ബന്ധപ്പെട്ട കേസുകളാണ്. ഇതിനെല്ലാം വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നത് കേരളം ഒരു കേരള തനിമ ഇതാണ്. വാസ്തവത്തിൽ കേരളത്തിൽ വലിയൊരു പഠനാർഹമായിരിക്കുന്ന വിഷയം ഇതാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ വീണാ വിജയന് ഹവാല പണവുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തലുകൾ. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അവരുടെ അച്ഛനും അതേപോലെ തന്നെ അവരുടെ ഭർത്താവുമാണെന്നാണ്. ഈ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പണം എത്തിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു മുഹമ്മദ് റിയാസിൻ്റെ കമൻറ്റ്, ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്താൻ പാടില്ലേ, വ്യവസായം നടത്താൻ പാടില്ലേ, ചില വ്യവസായം സത്യസന്ധമായിട്ട് വ്യവസായം നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് ഈ ഇത്തരം ആരോപണങ്ങളും EDയുടെ അന്വേഷണങ്ങളും ശരിയല്ലെന്നാണ് മുഹമ്മദ് റിയാസിൻ്റെ അഭിപ്രായം. സത്യത്തിൽ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് സത്യസന്ധമായിട്ട് ഏത് പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്? അത് രാഷ്ട്രീയ പ്രവർത്തനമാണോ, മന്ത്രിപ്പണിയാണോ, ഭർത്താവ് ഉദ്യോഗസ്ഥ ആണോ, ഏത് കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയേണ്ടതാണ്. കാരണം കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ഭിന്നാക്കാവസ്ഥയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നത് പിണറായി വിജയനും കൂട്ടരും തന്നെയാണ്. ഇന്നിപ്പോൾ നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ ഒരു വർഷം കേരളം കടക്കണിയിൽപ്പെടുന്ന 71,000 കോടി രൂപയ്ക്കാണ്. കേരളം കടക്കണിയിലാണെന്ന്. ഏകദേശം 6 ലക്ഷം കോടി രൂപയോളം കടത്തിലാണ് കേരളം എന്നുള്ളത്. ഏത് ഭരണാധികാരി വന്നാലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക പതനാവസ്ഥയിലാണ് കേരളം ഉള്ളത്. ഇതിൽ നിന്നൊരു മോചനം അനിവാര്യമാണ്. കേരളത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും കടക്കാരായിട്ടാണ് ജനിക്കുന്നത്. ഓരോ കുട്ടിയും
പഴയ കാലത്ത് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ മാധവ് ഗാഡ്ഗിലിന്റെ അച്ഛൻ VN ഗാഡ്ഗിലിന്റെ പഴയ വിഖ്യാതമായിട്ടുള്ള കമന്റ് ഉണ്ട്, ഇന്ത്യൻ ഫാർമർ ബോൺ ഇൻ ഡെപ്ത്, ലിവ് ഇൻ ഡെപ്ത്, ഡൈ ഇൻ ഡെപ്ത് എന്നാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ കർഷകൻ കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അന്ന് VN ഗാഡ്ഗിലാണ് പറഞ്ഞെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ സാധാരണ കുട്ടി വരെ, ആ കുട്ടി വരെ കടക്കാരാണെന്നിപ്പോ. അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടമാണ്. 6 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കടമാണ്. ഈ കടം വീട്ടാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലില്ല. കേരളത്തിൽ വ്യവസായ രൂപീയവുമായിട്ട് അവിഹിതമായിട്ട് ബന്ധത്തിലാണ് ഭരണാധികാരികളുള്ളത്. ഈ ഭരണാധികാരികളുടെയൊക്കെ ലക്ഷ്യം നമ്മൾ സാധാരണയൊക്കെ പറയുന്നുണ്ട്, ഈ രാവ് ഏറെ മോഷ്ടിക്കുന്ന ആളുകൾ രാത്രി ആകുന്നത് തിരിച്ചറിയുന്നേയില്ല എന്നാണ്. നേരം വെളുക്കും വെളുക്കുന്നോളം കക്കുക. വെളുക്കും വരെ കക്കുന്നൊരു സ്വഭാവമാണ് കേരളത്തിലെ പല ഭരണാധികാരികളുടെ ഉള്ളത്. പിണറായി വിജയനൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവരിങ്ങനെ കട്ട് മോഷ്ടിച്ച് സമ്പാദിക്കുന്ന പണം കൊണ്ട് ഇവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള എനിക്ക് ഉറപ്പില്ല. ഇവരുടെ മകളടക്കമുള്ള ആളുകൾ ഏറ്റവും വലിയ രോഗാതുരാവസ്ഥയിലേക്ക് അവർ മാറ്റാൻ വേണ്ടി പോവുകയാണ്. കാരണം അവര് നിരന്തരമായിട്ട് അവരുടെ ഈ പറയുന്നതിനകത്ത് അവർക്ക് എത്രത്തോളം പങ്കുണ്ടെന്നറിയില്ല. CMR നിന്ന് അവർ പണം വാങ്ങിച്ചു. 2-2.25 കോടി രൂപയാണ് ചെറിയ എമൗണ്ടാന്ന് വേണമെങ്കിൽ പറയാം. 2.25 കോടിയെ ഒന്നല്ല വാങ്ങിക്കുന്നത്, അത് അതിനേക്കാൾ വളരെ വളരെ കൂടുതൽ തുകയാണ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഈ തരത്തിൽപ്പെട്ട അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കമ്പനിക്ക് ചെയ്തു കൊടുത്തതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പങ്കാണ് സംശയിക്കപ്പെടുന്നത്. അന്നത്തെ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പങ്കാണ് സംശയിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള അച്ഛനും ഭർത്താവുമെല്ലാം മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വീണയുടെ പേരിൽ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന പണം, ഈ പണം ഈ പറയുന്ന CMR കർത്താവ് തന്നെ പറഞ്ഞു, ഒരു സേവനം ഇവർ നൽകിയിട്ടില്ല. ഞങ്ങളുടെ കമ്പനിക്ക് ഇവർ സേവനം നൽകിയിട്ടില്ല, മറിച്ച് ഞങ്ങൾ ഇവർക്ക് പണം കൊടുത്തിട്ടുണ്ട്. ആ പണം ഇവർക്കാണ് കൊടുത്തത്, ഇവരെ അച്ഛനാണ് കൊടുത്തത്, ഇവരെ ഭർത്താവിനാണ് കൊടുത്തത്. ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. ഏതാണെങ്കിലും ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം പണം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിന്റെ സാമ്പത്തികമായിരിക്കുന്ന പിന്നാക്കാവസ്ഥ. കേരളത്തിൽ ശമ്പളം കൊടുക്കാൻ പോലും നിർത്തിയില്ല. അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളം. അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിയെടുത്ത കാര്യത്തിൽ കേരളം കഴിഞ്ഞ 50-ന് ശേഷം ഭരിച്ച 57-ന് ശേഷം ഭരിച്ച എല്ലാ സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി വരേക്കുള്ളവർക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറാൻ വേണ്ടി സാധ്യമല്ല. ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. അവരെല്ലാവരും അവരുടേതായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ പങ്ക് അല്പം ഏറെയാണെന്നുള്ളൊരു വസ്തുതയാണ്. ഈ 10 കൊല്ലക്കാലം ഭരിച്ചുകൊണ്ട് പിണറായി വിജയൻ നടപ്പിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ദേശവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ പണം ഇന്നിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇതിന്റെ പണം പലതും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ്. സാറേ, അവിടെ രാജ്യാന്തര കുറ്റം വരെ കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഈ വിദേശ നാണയ വിനിമയ ചട്ടം അനുസരിച്ചിട്ടുള്ള ലംഘനം, അതായത് ഫെമ നിയമലംഘനം ഇതിൽ നടന്നിരിക്കുന്നു. 85 ലക്ഷം രൂപയാണ് വീണ വിജയൻ വിദേശ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ ഒരു രാജ്യാന്തര കുറ്റം തന്നെ നടന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച കേസ്, അതുപോലെ ED ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാജ്യാന്തര കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ തീർച്ചയായും NIA കൂടി കടന്നു വരേണ്ട രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോൾ ഈ കേസിന് ഒരു അന്താരാഷ്ട്ര മാനം കൂടി നിലവിൽ വരുന്നു എന്നുള്ളത് വേണ്ടേ ചിന്തിക്കാൻ? അല്ല, അത് തീർച്ചയായിട്ടും വരിക. അത് മാത്രമല്ല, അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ലക്ഷങ്ങളൊന്നും ആയിരിക്കില്ല. ഈ ലക്ഷം എന്നൊക്കെ പറഞ്ഞേക്ക് കോടികളാകാൻ സാധ്യത കൂടുതൽ. ഇവരുടെ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇതിലൂടെ. അത് കൂടാതെ പിണറായി വിജയൻ മാറ്റിയിരിക്കുന്ന എത്രയെന്നുള്ള വേറെ. അതെ, കാരണം ഇപ്പൊ പിണറായി വിജയൻ സാധാരണ രീതിയിൽ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകാറുണ്ട്. എങ്ങനെ അമേരിക്കയ്ക്ക് പോകുന്നു? ഇവിടുന്ന് ദുബായ് പോകുന്നു, ദുബായിൽ സ്റ്റേ ചെയ്യുന്നു, അവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോവാണ്. ഈ തരത്തിൽപ്പെട്ട കറക്ക് കമ്പനികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവരുടെ താല്പര്യങ്ങൾ നാടേയല്ല താല്പര്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് താല്പര്യം ഈ നാടിനോടല്ല അദ്ദേഹത്തിന്റെ കടപ്പാട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോടാണ്. ആ കുടുംബത്തിന് പണമുണ്ടാക്കുന്ന ദൗത്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും മോശകരമായിട്ടുള്ള അവസ്ഥയാണത്. ഇത് നമുക്കൊരു ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ തകർത്ത കാര്യത്തിൽ പിണറായി വിജയനും വീണ ജോർജിനും മുഹമ്മദ് റിയാസിനും ഉള്ള പങ്ക് വളരെ വളരെ കൂടുതലാണ്. സാർ, വീണ വിജയൻ പേരൊന്നും മാറിപ്പോയി. വീണ ജോർജ് ആരോഗ്യവകുപ്പ് നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന കാര്യമാണത്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ കേരളത്തെ ഈ 10 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് പറഞ്ഞ പോലെ 3.0 ആവർത്തിച്ചൊരു ഭരണം കിട്ടുമായിരുന്നെങ്കിൽ കേരളത്തിന്റെ അടിയാധാരം വരെ അവരെടുത്ത് മാറ്റി
അടിച്ചു മാറ്റി കാശുണ്ടാക്കാനുള്ള ഒരു നടപടിയായിരുന്നു. അതിൻ്റെ ഉദ്ദേശമായിരുന്നു 3.0 ആവർത്തിക്കാൻ വേണ്ടി നടത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കേരളത്തിൽ ജനങ്ങളെ തിരിച്ചറിഞ്ഞ് താഴെ ഇറക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ കേരളീയനും ഞെട്ടുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇതിലുപരിയായ മറ്റു പല വിഷയങ്ങളും പുറത്തു വരും എന്ന് വേണം ഇതിനോടനുബന്ധിച്ച് കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇപ്പോൾ ആദ്യം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയനിൽ നിന്ന് പിണറായി വിജയനിലേക്ക് കേസ് എത്തും എന്ന് ധരിച്ചിരുന്ന എല്ലാ ആളുകളും വളരെ അത്ഭുത സ്തബ്ധരായി നിൽക്കുന്ന കാഴ്ചയാണ്. കാരണം വളരെ നാടകീയമായ രീതിയിൽ ആസൂത്രണം ചെയ്തു ഒരു കാരണവശാലും എന്നെ അന്വേഷണം എന്നെ പിടിക്കാൻ പാടില്ല എന്ന് കണക്കാക്കി വീണാ വിജയനും വീണാ വിജയൻ്റെ ഭർത്താവും കങ്കാളികളും എല്ലാം ചേർന്ന് നടത്തിയ ഈ ഇടപാടിൽ പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നാണ് EDയുടെ ചില കുറിപ്പുകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഗൗരവതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നന്ദകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം 2,87,00,000 രൂപയുടെ ഇടപാടല്ല, അതിനപ്പുറത്തേക്ക് നടക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൽ ഇനി എന്താണ് കൂടുതൽ പുറത്തു വരാനുള്ളത് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും.